ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്കൊരു വേദവചനം വായിക്കാം. മത്തായി സുവിശേഷം 21 അധ്യായം 13 വാക്യം. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് പ്രാർത്ഥനാലയങ്ങളിൽ ശുദ്ധീകരണമില്ല, പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധം വരുത്തുന്നില്ല. അനുഗ്രഹത്തിൻ്റെ മെസ്സേജ് പറഞ്ഞുകൊണ്ട് ജനത്തെ വഞ്ചിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് ആലയങ്ങളിൽ കണ്ടുവരുന്നത്. കർത്താവ് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. വിശ്വാസികൾ കടന്നു വരുന്നു, പാട്ടുപാടി ആരാധിക്കുന്നു. ചില ചർച്ചകളിൽ മാത്രമാണ് മധ്യസ്ഥ പ്രാർത്ഥനകൾ നടക്കുന്നത്. വേറെ പല ചർച്ചകളിലും മധ്യസ്ഥ പ്രാർത്ഥനകളൊന്നും നടക്കുന്നില്ല. അനുഗ്രഹത്തിൻ്റെ മെസ്സേജ് പറയുന്നു, ജനം ആരാധിച്ച് കടന്നു പോകുന്നു. വാസ്തവത്തിൽ ഇവരെല്ലാം അനുഗ്രഹം പ്രാപിക്കുന്നുണ്ടോ? ശുദ്ധീകരണമില്ല. ഇവിടെയാണ് ആലയം കള്ളന്മാരുടെ ഗുഹയായി തീരുന്നത്. ഏകമനസ്സോടെ 1-ാം നൂറ്റാണ്ടിൽ പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ അത്ഭുതം ഇറങ്ങി, അവിടെ അത്ഭുതം സംഭവിക്കുവാനിടയായി. ഇന്ന് ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയില്ല. അതുകൊണ്ട് രോഗികൾ സൗഖ്യമാകുന്നില്ല, വിടുതലുകൾ നടക്കുന്നില്ല. ദേവാലയത്തിൽ പോകുന്നത് ഒരു ചടങ്ങായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ദൈവജനം ഇത് മനസ്സിലാക്കി മടങ്ങി വരട്ടെ. ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥനകൾ നടക്കട്ടെ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം, ആത്മീയമായ പ്രാർത്ഥന ഉയരുന്ന നല്ല ഒരു കാലം സഭയ്ക്കുള്ളിൽ വരട്ടെ. അതിനായി നമുക്കൊരുങ്ങാം, പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.